ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നൊരു യൂസ്ഫുൾ ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നമ്മളെ വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടപ്പത്തിരി അല്ലെങ്കിൽ ഓട്ടട എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ചോറ് ബാക്കി വരും. അതെന്തിനാ വേസ്റ്റ് ചെയ്ത് കളയണം? അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പം നമുക്ക് മുട്ടപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ മുട്ടപ്പത്തിരിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചോറാണ്. ചോറ് ഇത് വൈറ്റ് റൈസ് ആണ് കേട്ടോ. 1 കപ്പ് വൈറ്റ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മൈദയാണ്. മൈദ 1/4 കപ്പ് വേണം കേട്ടോ. 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 1 അവർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. എന്നിട്ട് നിങ്ങൾ മാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് 2 ട്രിപ്പായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ മിക്സി ഇപ്പോൾ ചെറുതാണെങ്കിൽ 2 ട്രിപ്പ് ഇടേണ്ടി വരും. പിന്നെ നമുക്ക് ചരുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ട, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക ആവശ്യത്തിന് കേട്ടോ. നമ്മൾ ബാറ്റർ ഒരുപാട് തിക്കാവാനും ഒരുപാട് തിന്നാവാനും പാടില്ല. ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം മാവിൻ്റെ പരുവം എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ പറഞ്ഞാൽ ഇങ്ങനെയാണ് വേണ്ടത്. ഇത്ര തിക്നെസ്സാണ് കേട്ടോ വേണ്ടത്. ഭയങ്കര ലൂസും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയുമല്ല. ഇങ്ങനെയാണ്. ഇനി നമുക്ക് അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മുട്ടപ്പത്തിരി അല്ലെങ്കിൽ ഓട്ടട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇത് 1 അവർ ആയിട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഒരു പാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നോക്കൂ, ഇതിലിങ്ങനെ ബബിൾസ് വന്നത് കണ്ടോ? ഇതുപോലെ ബബിൾസ് ഓർ കുമിളകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബാറ്റർ കറക്റ്റ് ആണെന്നുള്ളതാണ്. ഇതൊന്ന് പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇത് മറിച്ചിടില്ല കേട്ടോ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ തീ വെച്ചിരിക്കുന്നത്. ലോ ഓർ മീഡിയം ഫ്ലെയിമിൽ വേണം. അത് നിങ്ങളുടെ ഗ്യാസ് അനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു 30 to 1 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഞാനപ്പോൾ അത് കാണിക്കാം. നോക്കൂ, നല്ല സോഫ്റ്റായിട്ടുള്ള മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഈ കുമിളകളൊക്കെ കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മാവ് ബാറ്റർ കറക്റ്റ് ആണെന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടപ്പത്തിരിയും റെഡി ആക്കിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ടാക്കി കാണിച്ചത്. ജസ്റ്റ് ഒരു തവി എടുത്തിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിങ്ങനെ റൗണ്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തൊന്നുമില്ല കേട്ടോ. ഇപ്പം നമുക്ക് ഇതിങ്ങനെ ബബിൾസ് വരുന്നത് കാണാം. നമ്മളുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് പഞ്ചസാരയും പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചായയും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.